വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഈ നിമിഷങ്ങളിലേത്. ബലാത്സംഗ കേസിൽ നടനും MLA-യുമായ മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. അതേസമയം നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനായി ക്രൈംബ്രാഞ്ച് മേധാവി ഉത്തരവിട്ടിരിക്കുന്നു. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ സിദ്ദിഖ് ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ഏതോ ഒളിവിലേക്ക് പോയിരിക്കുന്നു. സിദ്ദിഖിനെ പിടികൂടുന്നതിന് വേണ്ടി വിമാനത്താവളങ്ങളിലടക്കം പോലീസ് ലുക്കൌട്ട് നോട്ടീസുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എബി ചേരുന്നു. മുകേഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. മുൻകൂർ ജാമ്യം നേരത്തെ നേടിയിരുന്നു. എങ്കിലും ഈ 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ എത്രത്തോളം ഗുരുതരമാണ് എന്ന് മാത്രമല്ല, ഇതിൽ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അറസ്റ്റിലായിരിക്കുന്ന ഒരു MLA നിയമസഭാ സമ്മേളന കാലത്ത് ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട ഒരു MLA അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടി വരാൻ പോകുന്നു. അത്രമേൽ ഗുരുതരമാണ് ഈ അവസ്ഥ. എബി, തീർച്ചയായും ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അത് തന്നെയാണ്. നേരത്തെ മുകേഷിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പ്രതിപക്ഷം പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഒപ്പം തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്നതിനും ഒക്കെ ഒരു സമിതി രൂപീകരിച്ചു. ആ സമിതിയിൽ നിന്ന് ഉൾപ്പെടെ മുകേഷിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ദിവസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലയുണ്ടായി. അതിനൊക്കെ ശേഷമാണ് മുകേഷിനെ ആ നിലയിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്നും മാറ്റുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നടപടി എടുക്കാൻ സർക്കാർ തയ്യാറാകുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം നിലവിൽ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമല്ല, അപ്പോൾ അദ്ദേഹം ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. MS പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും എല്ലാം തന്നെ നിലവിലുള്ള ഘട്ടം. അവിടെയാണ് ഇത്തരത്തിലൊരു MLA ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന ഒരു നിലയുണ്ടായിരിക്കുന്നത്. അത് തന്നെ വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാകും എന്നതിൽ തർക്കമില്ല. നിയമസഭ പ്രക്ഷുബ്ധമാകാൻ ഇതും ഒരു കാരണമാകും. ഇതൊരു കാരണം മാത്രമല്ല, ഇതും ഒരു കാരണമാകും എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ സർക്കാരിനെ ഇഴകീറി പരിശോധിക്കാൻ പ്രതിപക്ഷം അല്ലെങ്കിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. നിയമസഭാ സമ്മേളനം അത്രമാത്രം ഒരു സുഖകരമായ രീതിയിലായിരിക്കില്ല പോവുക എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ ആ നിലയിൽ സർക്കാരിനെ വലിയ തിരുവനന്തപുരത്ത് നമ്മുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D ബിനോയ് നമുക്ക് നൽകുമെന്ന് വിചാരിക്കാം. എബിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നടൻ മുകേഷിനെ MLA മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു മുൻകൂർ ജാമ്യം ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ വിട്ടയച്ചാലും ഇനി എവിടെ പോയാലും ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട MLA എന്ന ഒരു വ്യാഖ്യാനവും വിശേഷണവും വരും. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ MLA ഓഫീസിലേക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ നടക്കാനും സാധ്യതയുണ്ട്, പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ അർത്ഥത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ UDF ഇതിനെ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. തീർച്ചയായും ആ നിലയ്ക്കുള്ള UDF-ന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ വാർത്താക്കുറിപ്പിലൂടെ അല്ലാതെ തന്നെ അവർ കൃത്യമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു തന്നെ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അത് വളരെ സമയം അതിന് എന്തായാലും വേണ്ടിവരില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അത്തരത്തിലൊരു നടപടികൾ എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 3.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുകേഷിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും മുൻകൂർ ജാമ്യം നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന നില കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുക എന്നുള്ള നടപടിയാണ് ഉണ്ടാവുക. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ റെക്കോർഡിക്കലായിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. ബലാത്സംഗ കേസിൽ MLA മുകേഷ് അറസ്റ്റിലായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നടൻ മുകേഷ് എന്നതിനപ്പുറത്തേക്ക് MLA മുകേഷ് അറസ്റ്റിലായിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കേണ്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം മുൻനിർത്തി നമുക്ക് പറയാൻ കഴിയുക. ഒരു നടൻ എന്നത് മാത്രമല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. അവിടെയാണ് സ്ത്രീ പീഡനം അല്ലെങ്കിൽ ബലാത്സംഗ കേസിൽ അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 3.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ആലുവ സ്വദേശിയായിട്ടുള്ള പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതേ സാഹചര്യം ഇതേപോലെ തന്നെ 7ഓളം ആളുകൾക്കെതിരെയാണ് ഈ പരാതികൾ ഉന്നയിച്ചിരുന്നത്. ബാക്കിയുള്ള ആളുകളുടെ അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ വരും ദിവസങ്ങളിലും ഈ സമാനമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. MS ശരി.